ചൂടൊക്കെയാണ്. അപ്പം നമുക്കൊരു ചായ കുടിക്കാം. സോറി, ചായയല്ല, എന്താ കുടിക്കാം? നാരങ്ങളും കുടിക്കാം. എന്തായാലും നമ്മൾ നേരെ പ്രസാദേട്ടൻ്റെ ഇടയിലോട്ട് പോയി. അവൻ എന്തായാലും ചൂടത്ത് ചായ മാത്രമേ കുടിക്കൂ. എന്താ പറയുക, എന്താണ് നമ്മുടെ കട. നമ്മളപ്പോൾ എന്തായാലും ഒരു നാരങ്ങയോളം പറഞ്ഞിട്ടുണ്ട്. ഉഷ്ണേനെ ശാന്തി ആണല്ലോ. എന്താ ഉഷ്ണം, അതുകൊണ്ട് സൂപ്പർ സൂപ്പർ. ഇന്നത്തെ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മിന്നു ഈസ് അറൈവ്ഡ്. അപ്പം നമ്മൾ നേരെ നമ്മളെ കുട്ടി ഹോം ഫ്ലേവേഴ്സിൽ പോയി നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കട്ട്ലേറ്റ് കഴിച്ചിരിക്കുകയാണ്. വാവ്, ബ്യൂട്ടിഫുൾ. ചൂട് സാധനം ആർത്തിയോടെ കഴിച്ചതാണ്, വേറെ ഒന്നുമല്ല. ചൂടൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിക്കാം. അതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ മേടിക്കാം. തിരിച്ച് വീട്ടിലെത്തിയതും നമ്മുടെ വർക്ക് നമുക്കുന്നുണ്ട്. നമ്മളൊരു കല്യാണമുണ്ട്. അവിടെ ചെന്നപ്പോഴാണ് നമ്മുടെ ജിബിൻ സാർ. വാവ്, ആരും സ്റ്റേജിലെല്ലെങ്കിലും വളരെ ഹീസ് ഡൂയിങ് വണ്ടർഫുൾ തിങ്സ്. എന്താന്ന് പോലും പുള്ളിക്കറിയത്തില്ല, എല്ലാത്തിലും പിടിച്ച് തെറിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ മഹിസാറുമായിട്ട് ജിബിൻ ഇതാ സൗഹൃദം പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മഹിസാർ ധരിച്ചിരിക്കുന്ന ഈ വാച്ചിൻ്റെ വില എത്രയാണെന്ന് കമൻറ്റ് ചെയ്യുക. അടിപൊളി വാച്ചായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഏറ്റവും ആദരണീയനായ റോബിൻ ചേട്ടനെ കണ്ടത്. പുള്ളി ഏറെ തിരക്കുള്ളൊരു മനുഷ്യനായതുകൊണ്ട് തന്നെ നമ്മൾ ആരും അങ്ങോട്ട് സംവാദത്തിൽ ഏർപ്പെടാൻ പോയില്ല. തിരിച്ച് വീട്ടിലെത്തി നമുക്കൊരു ചായ ഇട്ട് തന്നിരിക്കുകയാണ് നമ്മുടെ മിന്നു. അതിൻ്റെ സന്തോഷമാണ് മുഖത്ത് കാണുന്നത്. എന്താല്ലേ ഇല്ല, കുട്ടികളും ഫോണിലാണ്. അവൻ എന്നെ കണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ ഗോയ്സ്.